ഇതിൽ പെട്ടുപോകരുത്. മൂന്ന് കൂട്ടം ആളുകൾ എണ്ണിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ 3 കൂട്ടം ആളുകൾക്കും പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്ന് 3 കൂട്ടം ആളുകൾക്ക് അല്ലാഹു തആല നരകം കൊടുക്കും. എണ്ണി പറഞ്ഞു, ഒന്ന് അദ്ദയ്യൂസ്, ദയ്യൂസ് ആണ്. ഈ കാലഘട്ടത്തിലുണ്ട്. ആരാണ് ദയ്യൂസ്? സ്വന്തം കുടുംബത്തിന്, സ്വന്തം ഇണക്ക്, സ്വന്തം കുടുംബിനിക്ക് മറ്റൊരാളുമായിട്ടുള്ള ചാറ്റിങ്, അല്ലെങ്കിൽ അവിഹിത ബന്ധം, അല്ലെങ്കിൽ യാത്ര, അല്ലെങ്കിൽ പോയി അമ്മാനമാടാൻ, പോയി ശരീരം പണയം വെക്കാൻ ഒരു എതിർപ്പില്ലാതെ വിട്ടുകൊടുക്കുന്ന പുരുഷൻ, അവനാണ് ദയ്യൂസ്. അങ്ങനത്തെ ആൾക്കാർ വർദ്ധിച്ചു വരാണ്, കുറഞ്ഞു വരില്ല. ഇപ്പൊ കല്യാണം കഴിച്ച് വന്ന ഉടനെ തന്നെ ചെന്ന് സംസാരിക്ക്, ഫ്രണ്ടാ വിളിക്കുന്ന, ബേക്കാ വിളിക്കുന്ന ഫോൺ കൊടുക്ക. ആർജവള്ള പെണ്ണ് പറയണം, ഈ ആണിന്റെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് അല്ലാഹു സംസാരം ഹലാലാക്കിയവരോട് മാത്രമേ സംസാരിക്കൂ എന്ന് പറയണം. എന്നിട്ട് അവരെ കിന്നാരം കേട്ടിട്ട് ഇവനെ കിന്നരിപ്പിക്കാനാണ് അവരോട് സംസാരിക്കാൻ പറയുന്നത്. മനസ്സിലായോ? പുതിയാപ്പളന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? അവര് പറയും പോലെ നിന്നു കൊടുക്കാനും ഇവരെ സുഖിപ്പിക്കാനും ഇതിനൊക്കെ. ഇവനെങ്ങനെ ഹലാലായി സുഖിപ്പിക്കണ്ടെന്ന് പാ പെണ്ണിനെ അറിയില്ല. അത് പോലും ഓതി കൊടുത്തിട്ട് വേണം, ഓല് കിന്നരിച്ചിട്ട് വേണം. വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവമാണ്. അന്യരുടെ കൂടെ സ്വന്തം പെണ്ണിനെ വിടുക എത്ര നെറികെട്ട സംഗതിയാണ്. എന്നിട്ട് അവന് സുഖിക്കേണ്ടതൊക്കെ സുഖിച്ചിട്ട് ബാക്കി ചപ്പു ചാവലായിട്ട് തിരിച്ചു കൊടുന്നേൽപ്പിക്ക. ആണിനൊരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല. അവന് നരകത്തിൽ കടന്നിട്ടേ പോകും. പാലത്തുമക്കൂടെ മുട്ടെടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ടീം മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്, അവന് നരകമുണ്ട്. മൂന്നാമത്തെ കക്ഷി ഖാതിഉർ റഹ്മി, കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്. നല്ല സുഖമുള്ള മെമ്പർമാരെന്നല്ലേ. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എണ്ണിപ്പോയി വിശദമായി പറയാത്ത, പെട്ടെന്ന് എണ്ണിപ്പോയി ചില കേൾക്കാൻ വേണ്ടി, നമ്മൾ അനുസരിക്കാൻ വേണ്ടി. ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന കൂട്ടരില് 5 ആളെ എണ്ണിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എണ്ണിയത് ആരെന്നറിയോ? ഉലമാഇനെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉലമാ നരകത്തിലേക്ക് ഹിസാബില്ലാതെ വലിച്ചെറിയും. കേൾക്കാൻ സുഖം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എന്താ കാരണം പറഞ്ഞറിയോ? ബിൽ ഹസദി, അസൂയാണ് കാരണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ആലിമിനോട്, ഒരു മുത്തല്ലിമിനോട് അസൂയ വേണ്ട. അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പദവികളിൽ, വലുപ്പങ്ങളിൽ അൽഹംദുലില്ലാഹ് സന്തോഷം പറയണം. ഒരാളും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ നിൽക്കരുത്. ഓരോരുത്തർക്ക് കണക്കാക്കിയത് അല്ലാഹു തആലയാണ്. അത് അല്ലാഹു തആല ആ സ്ഥാനം കൊടുത്തോളും. നമ്മൾ അതിന് മികവോ അതിന് ഇകഴ്ത്തലോ കുറ്റം പറച്ചിലോ നമ്മളെ ഭാഗത്തുനിന്ന് വേണ്ട. ബഹുമാനം അല്ലാഹു നൽകിയ അടയാളങ്ങളുള്ളവരാണോ നമ്മൾ ബഹുമാനിച്ച്, അതിനൊരു കുറവുണ്ടാകരുത്. നമ്മൾ അവരെ പറഞ്ഞിട്ട് നമ്മളെ ശിഷ്ടകാല ജീവിതം തകർക്കരുത്. അവരെന്ത്